അമ്മ അടക്കിക്കോ, നമ്മുടെ അയ്യത്ത് കൊണ്ടുപോയി അടക്കിക്കോ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെയാണെന്ന് വെച്ചാൽ അമ്മ കൊണ്ടുപോക്കോ. ഞാൻ ജാതി മതം ഒന്നും നോക്കുന്നില്ല, അവർ ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ അല്ലെ ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇന്നലെ രാത്രിയിലാണ് ഞാൻ അച്ഛൻ മരിച്ച വിവരം അറിയുന്നത്. നമ്മുടെ പഴയ മെമ്പർ പി എ ഷാജഹാനാണ് വിളിച്ചു പറയുന്നത്. മെമ്പറെ ഇതുപോലെ അറിയാവുന്ന ഒരാളാണ്, ഇന്ന ആളാണ് മരിച്ചത്, അയാൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് നന്നായി ഒരു വിഷമം വന്നു. കാരണം എനിക്ക് അവരെ കുടുംബത്തെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഒരു കുറേ നാളുകൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ അടക്കാനുള്ള സ്ഥലമൊന്നുമില്ല, അവരിതുപോലെ താമസിക്കുക ഇടത്രയിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്, എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും ആരോട് എന്ത് ചോദിക്കണമെന്നറിയില്ല. കാരണം ഞാനും വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഞാൻ വർഷങ്ങൾ കൊണ്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതേപോലെ ഒരാളാണ് അദ്ദേഹവും. അപ്പോൾ അദ്ദേഹത്തെ അവിടെ തന്നെ അടക്ക്, വേറെ ഒന്നും അടക്കണ്ട, ഞാൻ വസ്തു വിട്ടുതരാം, എൻ്റെ വസ്തുവിനകത്ത് അടക്കിക്കോളാം ഞാൻ പറഞ്ഞു. ചെറിയ നാൾ മുതലേ അറിയാവുന്നതാണ്. കാരണം എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ ഞാനുമായിട്ട് നല്ല അടുപ്പാണ്, എൻ്റെ വീട്ടുകാരുമായിട്ടും അടുപ്പാണ്. എന്നെ എപ്പോഴും വിളിക്കുന്നത് ആളാണ്. അങ്ങനെയുള്ളവർ അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ അമ്മയ്ക്ക് അന്ന് തീരെ വയ്യാത്തതാണ്. അവർക്ക് കാല് വയ്യ, അവർക്ക് കൈ വയ്യ, നടക്കാനൊന്നും വയ്യ, നീന്തി വനഞ്ഞാൽ നടക്കുന്നേ. കൂടാതെ അവർക്ക് മക്കളാരുമില്ല, ഭാര്യയും ഭർത്താവും തന്നെയുള്ളൂ. അവർക്ക് ഇച്ചിരി വസ്തുവും കണ്ടുണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് പറക്കി ചികിത്സയ്ക്ക് വേണ്ടി അതെല്ലാം പോയി. പിന്നെ അവർ വാടകയ്ക്കൊക്കെ ആയത്. അപ്പോൾ അവർക്ക് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടും എനിക്കറിയാവുന്ന ആളായതുകൊണ്ടും ഞാൻ എൻ്റെ വസ്തുവിനകത്ത് അടക്കം ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ശ്മശാനം തിരക്കായിരുന്നു, ശ്മശാനത്തെ അടക്കാൻ വേണ്ടി തിരക്കായിരുന്നു. പക്ഷേ അത് അടച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ജാതി മതം ഒന്നും നോക്കുന്നില്ല, അവർ ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ അല്ലെ ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. മനുഷ്യനാണെന്നല്ലോ, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവർ മനുഷ്യരാണ്. അപ്പോൾ നാളെ എനിക്ക് എങ്ങനെയാണ്, എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എൻ്റെ മക്കളുണ്ട്, അവരുടെ അവസ്ഥ എന്താണെന്നോ ഒന്നും അറിയില്ല. ഞങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു, ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ വ്യക്തികൾക്കും ഓരോരോ കാര്യങ്ങളുണ്ട്. അവരുടെ വിഷമങ്ങൾ കണ്ട്, അവരുടെ സങ്കടങ്ങൾ കണ്ട് അപ്പോൾ എനിക്കും വിഷമമായി. മക്കളെല്ലാം തീരുമാനം പറഞ്ഞു, അവരെല്ലാം ശരി, അമ്മ അടക്കിക്കോ, നമ്മുടെ അയ്യത്ത് കൊണ്ടുപോയി അടക്കിക്കോ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെയാണെന്ന് വെച്ചാൽ അമ്മ കൊണ്ടുപോക്കോ, ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ മക്കളെ രാവിലെ രണ്ടുപേരെയും വിളിച്ചു ചോദിച്ചു, മരുമോനെ വിളിച്ചു ചോദിച്ചു. അവർക്കാർക്കും ഒരു പ്രശ്നമില്ല. അമ്മ എന്താണോ തീരുമാനിക്കുന്നത്, അമ്മയുടെ വസ്തു അമ്മ തീരുമാനിക്കുന്നു, അമ്മ ചെയ്തോണം, ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഒരച്ഛനല്ലേ, അച്ഛന് നാളെ എന്തെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാലും നമുക്കാരുണ്ട്, അപ്പം അമ്മ സഹായിക്കാൻ പറഞ്ഞു. ആരും സംരക്ഷിക്കാൻ ഇല്ലാത്ത ആളുകളായിരുന്നു. അത്തരത്തിൽ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും നാട്ടുകാരെല്ലാം കൂടെ ഇവിടെ ഇതറിഞ്ഞ് എത്തിയപ്പോൾ വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഇവിടെ ആരുമില്ല, അവരുടെ അടക്കാൻ ഒരു തരത്തിലും സ്ഥലമില്ലാത്തൊരു സാഹചര്യം, വീട്ടിൽ അവരെ ബന്ധുക്കളും ആരും ഇല്ലാത്തൊരു സാഹചര്യം. അത്തരത്തിൽ പിന്നെ ഈ വിഷയം ഞങ്ങൾ ഏറ്റെടുത്ത്, ഞങ്ങൾ കുറച്ച് ആളുകൾ, നാട്ടിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ആളുകളോട് ഏറ്റെടുത്ത് അതിനുള്ള സാമ്പത്തികമെല്ലാം കണ്ടെത്തി പെട്ടിയെല്ലാം വാങ്ങി. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറായിരുന്ന മിനി എന്ന് പറയുന്ന ഒരാളിനെ സമീപിക്കുകയും അവർ ഇച്ചിരി വസ്തു വിട്ടുതരാമെന്ന്, മാങ്കോട് മേഖലയിൽ ഇച്ചിരി വസ്തു വിട്ടുതരാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കൊണ്ട് അടക്കാനുള്ള ഒരു സൗകര്യം നാട്ടുകാരെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ജാതി മതവും രാഷ്ട്രീയം ഒന്നുമില്ല ഈ കാര്യത്തിൽ. ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഒരു പൊതു ശ്മശാനം വേണമെന്നുള്ളതാണ്. ഇത്തരത്തിലൊരു പൊതു ശ്മശാനം പത്തനാപുരത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ലായിരുന്നു. രാത്രിയല്ല, വൈകിട്ട് 6:30 കഴിഞ്ഞപ്പോഴാണ് മരിച്ചത്. വൈകിട്ട് 6:30 കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ടി വി വയ്ക്കാൻ. ടി വി കണ്ടുകൊണ്ടിരുന്ന് ഇവിടെ ഈ സ്റ്റൂളയിലോട്ട് കാലും വെച്ച് ഒരു കസേരയിലിരുന്ന് കാണുമായിരുന്നു. കുറേ കഴിഞ്ഞോണ്ട് കാല് പൊത്തു പോകും. അതിന് മുമ്പേ കൊതുകിനെ അടിച്ചു ഈ കൊതുക് എന്നെ കളിപ്പിച്ച് വെച്ച് പോയി. നീ എന്നെ കടിക്കുന്ന അറിയണമെന്ന് പറഞ്ഞൊരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരുന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞ് എന്നെ കാല് വേറെ ഇതോട്ട് പൊത്തു പോകുന്നു. ഞാൻ ചെന്ന് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തല കസേരയുടെ പുറകിലോട്ടങ്ങ് പോകുന്നു. ഞാൻ ഇങ്ങനെ താങ്ങി മേലോട്ട് എടുത്ത് ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ തുറന്ന് 2 ശ്വാസം വിട്ട് ഞാൻ എന്തുവാ എന്ന് ചോദിച്ചു. എന്നെ 2 കണ്ണും നിറഞ്ഞു. നീ തന്നെയുള്ള പിന്നെ അമ്മ എന്തോ ചെയ്തു? ആരെ വിളിച്ചമ്മ? ഞാൻ മനോജിനെ വിളിച്ചു. ആശുപത്രി കൊണ്ടുപോയെല്ലാം ചെയ്തോ? ഇല്ല, കൊണ്ടുപോയിട്ടൊന്നുമില്ല. വേറെ ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കിച്ച് പൾസൊന്നുമില്ല. എല്ലാവരും കൂടെ ആശുപത്രി കൊണ്ടുപോകാൻ പ്ലാൻ ഇട്ടതാണ്. പറഞ്ഞ ആശുപത്രി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കൊണ്ടുപോയാൽ പിന്നെ വേറെ നടപടികളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. കഴിക്കാൻ ഒരു 2-3 മിനിറ്റിൻ്റെ ഇതേ ഉണ്ടായിരുന്നു.